Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പിസയാണ് കാണിക്കുന്നത്. നമ്മൾ പിസ ഉണ്ടാക്കുന്നത് ഒരു തവയിലാണ്. ആർക്കും എളുപ്പം തയ്യാറാക്കാൻ സാധിക്കുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ പിസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഇൻസ്റ്റന്റ് ഈസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ആക്ടിവേറ്റഡ് ആവാൻ വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് 1/2 കപ്പ് നമുക്ക് ചേർക്കാം. പാലിന് അധികം ചൂട് വേണ്ട, ഒരു ഇളം ചൂട് മതി. എന്നിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ റിഫൈൻഡ് ഓയിൽ ചേർത്താലും മതി. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം കേട്ടോ. പിസ ബേസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. നമുക്ക് ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണയായിട്ട് ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് എലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൈദയാണ്. നമുക്ക് ഏത് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്നാലും എലൈറ്റിൻ്റെ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് 2 കപ്പ് മൈദ ചേർക്കാം. 1 സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കയ്യിൽ പതുക്കെ ഒട്ടുന്ന രീതിയിൽ ഉള്ള ഒരു മാവായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിന് നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് 3 മണിക്കൂർ മാറ്റി വയ്ക്കാം. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ ദ സൈസ് ആയിട്ടുണ്ട്. കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവിയിട്ട് നമുക്ക് പിസ ബേസിന് വേണ്ടിയിട്ടുള്ള ഉരുളകൾ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് എത്ര പിസ ബേസ് വേണോ അതനുസരിച്ച് നമുക്ക് മാവ് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ മാവ് 3 പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് ഇതുപോലെ നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കണം. പക്ഷേ കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പിസ ആണെങ്കിൽ കുറച്ച് കട്ടി കുറവും, തിക്ക് ക്രസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കട്ടിക്കും വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. ഞാനിവിടെ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. ദോശക്കല്ല് കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പിസ ബേസ് ഇതിലേക്ക് വച്ചു കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് വട്ടത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. നമ്മുടെ പിസ ബേസ് നടുക്ക് മാത്രം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഫ്ലെയിം എപ്പോഴും ഏറ്റവും ലോയിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് കുറച്ച് ഒലീവ് ഓയിലോ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രസ്റ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പിസ ക്രസ്റ്റ് ഇതുപോലെ ചില സൈഡ് മൂത്തിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, ബബിൾസ് പോലെ. ഇനി നമുക്ക് പിസ ബേസ് തിരിച്ചിടാം. നമ്മുടെ പിസയുടെ ബേസ് പൊട്ടിപ്പോകുന്നില്ല, നമുക്ക് എളുപ്പം തന്നെ തിരിച്ചിടാൻ സാധിക്കും. ഇതിലേക്ക് നമുക്ക് പിസ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഹോം മെയ്ഡ് പിസ സോസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ടൊമാറ്റോ സോസ്, ഗാർലിക് ഉണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ പിസ സീസണിങ് ഉണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് പഞ്ചസാര. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് പിസ സോസ് എന്ന് പറഞ്ഞ് വാങ്ങാനും കിട്ടും. അതുമാത്രമല്ല, ഇതിന് മുമ്പ് ഞാനൊരു പിസയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പിസ സോസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം, അനിയൻസ്, ടൊമാറ്റോ, ഒലിവ്സ് എന്നിവയാണ് യൂസ് ചെയ്യുന്നത്. ഒരു വെജിറ്റബിൾ പിസയാണ് ഞാൻ ഉണ്ടാക്കുന്നത്.
സ്വീറ്റ്സ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ പിസ്സ ഉണ്ടാക്കാം. ഇതിൻ്റെ മുകളിൽ പൈനാപ്പിൾ സ്പ്രെഡ് ചെയ്താൽ മതി. ചോക്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം, ബനാന യൂസ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ബാംഗ്ലൂരൊക്കെ നമ്മൾ പോയാൽ ഇതുപോലെ പല പല വെറൈറ്റീസിലുള്ള പിസ്സ നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടോപ്പിങ്സ് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും വെജിറ്റബിൾസ് വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഒലിവ്സ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള സ്പൂണോ ചട്ടകോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് അമർത്തി കൊടുക്കുക, കുറച്ച് സ്ലൈസായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് പിസ്സ സീസണിങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പിസ്സ സീസണിങ്ങിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് മോസറല്ല ചീസ് ഇതിന് മുകളിൽ ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നമ്മുടെ അടുത്ത് മോസറല്ല ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോസസ്ഡ് ചീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ ചെയ്ത പിസ്സയുടെ വീഡിയോയിൽ പ്രോസസ്ഡ് ചീസാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ചട്ടുകം ഉപയോഗിച്ച് തവയിലേക്ക് വീണേക്കുന്ന മോസറല്ല ചീസൊക്കെ നമുക്ക് ഇതുപോലെ പിസ്സയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ ആ മോസറല്ല ചീസ് കരിഞ്ഞു പോകും തവയിൽ ഇരുന്നിട്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഇതുപോലെ അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് മതി നമ്മുടെ പിസ്സ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ മോസറല്ല ചീസൊക്കെ നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് ക്ലോസ് ചെയ്താണ് കുക്ക് ചെയ്തേക്കുന്നത്. പതുക്കെ ഒന്ന് പൊക്കി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പിസ്സയുടെ ബേസ് ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് പിസ്സ ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണിത്. ആക്ച്വലി ഞങ്ങളെല്ലാവരും ഇത് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഞാൻ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അച്ഛന് സെർവ് ചെയ്യാം. അപ്പോൾ അച്ഛയ്ക്ക് ഇഷ്ടമായിട്ടോ എൻ്റെ ഹോം മെയ്ഡ് പിസ്സ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.